ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പതിവില്ലാത്ത ആൾക്കാരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. അല്ലാതെ എൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോസിലും അല്ലാതെ എടുക്കുന്ന വീഡിയോസിലും മാത്രമേ ഇവിടെ വരൂ. അല്ലാതെ ഇങ്ങനെ ഇൻട്രാക്ഷൻ വീഡിയോസിലൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഞാനും ഇവളും വളകാപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലാണ്. എന്തായാലും ഇവിടെ വീഡിയോ എടുക്കണമെങ്കിൽ ഇവളുടെയും കൂടെ ഹെൽപ്പ് വേണം. പ്രഗ്നൻസി എന്തായാലും നമുക്ക് കുറേ കണ്ടൻറ്റൊക്കെ ഉണ്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെയും കൂടി ഞാൻ വിളിച്ച് എന്തായാലും പിടിച്ച് അടുത്തിരുത്തിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഓക്കെ അല്ലേ, നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് പറഞ്ഞു? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗേൾ ഓർ ബോയ് പ്രെഡിക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴും നമ്മൾ കുറേ പേര് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓരോ നമ്മൾ പറയൂലേ, ഇപ്പോൾ മധുരം ഇഷ്ടമാണോ, പുളി ഇഷ്ടമാണോ, അല്ലെങ്കിൽ വയറിങ്ങനെ ഇരിക്കുന്നെങ്കിൽ ആൺകുട്ടി പെൺകുട്ടി അങ്ങനെ പറയുമല്ലോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അതിനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പോൾ സാധാരണ എല്ലാവരും പറയുന്നത് 4-5 സിംറ്റംസ് ഒക്കെ പറയുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 10-20 സിംറ്റംസ് വന്നു. പിന്നെ അതിൽ ഒരു 2-3 എണ്ണം 20 അല്ലെങ്കിൽ 20 കൂടുതൽ വന്നു. കുറേ ഈ ചൈനീസ് കലണ്ടർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായത് എന്താണോ അത് ഞാൻ ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ അത് വെച്ചിട്ട് നോക്കുകയാണ്. പെൺകുട്ടിയായിരിക്കും ആൺകുട്ടിയായിരിക്കും ഏതായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ടിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും പറ. അവൾ വീഡിയോസിന് മാത്രമേ എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ മറുപടി പറയുള്ളൂ, വേറെ ഒന്നിനും പറയൂല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമുക്ക് എന്തായാലും ചുമ്മാ ചെയ്യണതാണ്. എന്തായാലും കുഞ്ഞാവൻ വരുമ്പോൾ നമുക്കറിയാം മോളാണോ മോനാണോ എന്ന്. അതിന് മുമ്പ് നമ്മളിങ്ങനെ ഒരു നോക്കാം എത്രത്തോളം നമ്മളെ പണ്ടത്തെ പ്രിഡിക്ഷൻസ് ഒക്കെ എത്രത്തോളം സക്സസ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നിനക്കൊരു പേപ്പറും എനിക്കൊരു പേപ്പറും. അപ്പോൾ ഇതിൽ ഞാൻ കാണാമോ? എൻ്റെ അക്ഷരം എങ്ങനെയാണ് അത് കണ്ടിട്ടും കാര്യമില്ല. ഗേൾ ബോയ് എന്ന് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോന്നും ഇങ്ങനെ പറയുമ്പം എന്താണ് തോന്നുന്നത്, ഗേൾ എന്നാണെങ്കിൽ നമ്മളിപ്പോൾ അപ്പോൾ കറണ്ട് വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രിഡിക്ഷൻ വീഡിയോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സിംറ്റംസ് പറഞ്ഞിട്ട് പെണ്ണാണോ ആണാണോ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. പെൺകുട്ടിയാണ് വരണമെങ്കിൽ അവിടെ ഇങ്ങനെ നമ്മൾ ഒന്നിട്ട് വെക്കും. ലാസ്റ്റ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ പോസിബിലിറ്റി അറിയാമല്ലോ പെൺകുട്ടിയാണോ. ഇതൊന്നും എന്ത് സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല, ഇങ്ങനെ ഒരു മിത്തെന്നാണ് പറയാൻ വേണ്ടി, ഒരു മിത്താണ്. നമുക്ക് എന്തായാലും കുഞ്ഞാവൻ വരുമ്പോഴേ അറിയാമോ എന്താണെന്നുള്ളത് അല്ലേ? അതെ. അപ്പം മൊത്തം എനിക്ക് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്ന് വെച്ചാൽ 20 സിംറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഇവർക്ക് എങ്ങനെ തോന്നുന്നു എനിക്ക് എങ്ങനെ തോന്നുന്നു നമുക്ക് നോക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നത് ക്രേവിങ്സ് ആണ്. അപ്പോൾ ക്രേവിങ്സിൽ സ്വീറ്റും ഉണ്ട് സോൾട്ടും ഉണ്ട്. അപ്പോൾ സ്വീറ്റ് ആണെങ്കിൽ ഗേൾസ് എന്നും സോൾട്ട് ആണെങ്കിൽ ബോയ്സ് എന്നാണ് പറയുന്നത്. അതെങ്ങനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നിനക്ക് എന്തോന്നാണ്, നിനക്ക് സ്വീറ്റ് കഴിക്കാനാണോ സോൾട്ട് കഴിക്കാനാണോ ഇഷ്ടം? സ്വീറ്റ്. പക്ഷേ എനിക്ക് അങ്ങനെ മധുരത്തോടധികം താല്പര്യമില്ല. എനിക്ക് എരിവുള്ളത് കഴിക്കാനൊക്കെയാണ് ഇഷ്ടം. പിന്നെ അച്ചാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് എനിക്ക് ബോയ് ആണ് വരണം, നിനക്കൊരു പോയിന്റ് ഗേൾ ആണ് വരണം. അപ്പോൾ അടുത്തത് ഹാർട്ട് ബേൺ, നെഞ്ചരിപ്പ് എന്ന് പറയും. പക്ഷേ ഞാൻ ഇതുവരെ എൻ്റെ പ്രഗ്നൻസിയിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനമാണ് ഈ ഹാർട്ട് ബേൺ. നിനക്കുണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഹാർട്ട് ബേൺ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കുറച്ച് അല്ലെങ്കിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഗേൾ ബേബിക്കുള്ള ഒരു സിംറ്റം ആയിട്ടാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ബോയ് ബേബി അങ്ങനെ തന്നെ പറയണം. അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടൊന്നുമില്ല. അതിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ബോയ്ക്ക് ഓരോ പോയിന്റ് വെച്ച്. അടുത്ത മൂന്നാമത്തത് മോർണിംഗ് സിക്നസ്. മോർണിംഗ് സിക്നസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാ പ്രഗ്നൻസിക്കും ആദ്യത്തെ 3 മാസം ക്ഷീണമൊക്കെ കാണും. ക്ഷീണം എല്ലാവർക്കും കാണും തോന്നുന്നു. ഛർദിൽ മാത്രം എനിക്ക് എൻ്റെ ഇതിൽ എനിക്ക് ഭയങ്കര ഛർദിലായിരുന്നു. ഇവക്ക് മനം പുരട്ടലായിരുന്നു. ഛർദിൽ കുറവായിരുന്നു. അങ്ങനെ ഛർദിലൊന്നുമില്ല എനിക്ക്. പക്ഷെ നല്ല രീതിയിൽ ഛർദിലുണ്ടായിരുന്നു. മോർണിംഗ് സിക്നസ് ആദ്യത്തെ 3 മാസം. അപ്പോൾ ഇവർ എന്ത് വെച്ചാണ് പറയണമെന്ന് അറിഞ്ഞുകൊണ്ട്. പക്ഷെ ഇപ്പോഴത്തെ 3 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ മോർണിംഗ് സിക്നസ് ഒന്നുമില്ല, ഒട്ടുമില്ല. നമ്മളെ തീറ്റയുടെ വീഡിയോ കാണുമ്പോൾ അറിയോ ഒരു പ്രശ്നമില്ല എന്ന്. ആദ്യത്തെ 3 മാസം പറയുകയാണെങ്കിൽ 2 പേർക്കും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്തായാലും എടുക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള 3 മാസം, അത് കഴിഞ്ഞിട്ടുള്ള മാസമാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ എടുക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യത്തെ എടുക്കാന്നോ? ആദ്യത്തെ ആണോ പറയണോ? പക്ഷെ എനിക്ക് ഛർദിൽ കുറവായിരുന്നെങ്കിൽ നിനക്ക് ഛർദിലില്ലെങ്കിൽ നിനക്ക് മോർണിംഗ് സിക്നസ് ഉണ്ടായിരുന്നില്ലേ? മോർണിംഗ് സിക്നസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എണീറ്റ് ഉടനെ ഛർദിക്കാറുണ്ട്.
അതാണോ? എണീറ്റുണ്ട് ഛർദ്ദിക്കണം, ആഹാരം കഴിക്കുമ്പോൾ ഛർദ്ദിക്കും. അപ്പൊ ശരി, അപ്പൊ എനിക്കുണ്ടായിരുന്നു, നിനക്കില്ലായിരുന്നു. ഓക്കെ, ഉണ്ടെങ്കിൽ ഗേളെന്നും ചെറുതായിട്ടുണ്ടെങ്കിൽ ബോയ് എന്നാണ്. അപ്പൊ എനിക്കുണ്ടായിരുന്നു. അപ്പം ഗേളിന് 1 പോയിന്റ്. നീട്ടല്ല. ഇതൊന്നും അടുത്ത 4ാമത്തെ വന്നിട്ട് ലീനിയ നൈഗ്ര ലെങ്ത്. ഇത് നമുക്കിങ്ങനെ വയറ്റിലൊരു വര വരുമല്ലോ, അതിനെയാണ് പറയുന്നത്. അതിപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബെല്ലി ബട്ടന് താഴോട്ടാണ് വര വരുന്നതെങ്കിൽ ഗേൾ എന്നും, മുകളിൽ നിന്നേ വര താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ബോയ് എന്നാണ്. പക്ഷെ എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് പണ്ടേ ഈ വരയുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഗേളായിട്ട് കണക്കൂട്ടോ ബോയ് ആയിട്ട് കണക്കൂട്ടോ. നിനക്ക് എങ്ങനെയാണ്? എനിക്ക് ലൈറ്റായിട്ട് താഴോട്ട് മാത്രം വരയുണ്ട്. അപ്പം ബട്ടണിൽ താഴോട്ട് വരയായതുകൊണ്ട് 1 പോയിന്റ് ഗേളിന് വരും. എനിക്ക് മോള് തൊട്ട് താഴെ വരെ ഉണ്ട്. പക്ഷെ അതെനിക്കിപ്പോൾ കറുത്ത് ഇത്തിരി ഡാർക്കായിട്ടുണ്ട് മോളിൽ നിന്ന് താഴോട്ട്. പക്ഷെ എനിക്ക് ഈ വര പണ്ട് തൊട്ടേ ഉള്ളതാണ്. എങ്കിലും ഞാൻ ബോയ്ക്ക് ഇടട്ടോ. ബോയ്ക്ക് 4 ഇല്ലേ? ഇത് എനിക്കും. ഓക്കെ, ഇനി അടുത്ത് 5ാമത്തെ വന്നിട്ട് ഹെയർ ആൻഡ് നെയിൽസ്. ഹെയറും നെയിൽസും ഭയങ്കര ഷൈനിയും ഹെൽത്തി ആയിട്ട്, തലമുടിയൊന്നും അധികം കൊഴിയുന്നില്ലെങ്കിൽ. ഇതെങ്ങനെ ഷൈനി? ഷൈനി എന്താണ് ഉദ്ദേശിക്കുന്നതാവോ? എനിക്ക് നല്ല എന്ന് പറഞ്ഞാൽ ഹെയർ ഫോളൊന്നുമില്ല, പക്ഷെ വളരുന്നുണ്ട്, നീളം വെക്കുന്നുണ്ട്. പിന്നെ നെയിൽ പെട്ടെന്ന് വളരുന്നുണ്ട്. അപ്പൊ ഹെൽത്തിയാണ്, കുഴപ്പമില്ലല്ലോ. തലമുടി വളരണമെങ്കിലാണ് കുഴപ്പം. മറ്റേ ഷൈനിങ് ആണ് അവർ ചോദിച്ചേക്കണം. എന്തായാലും ഇവിടെ ക്യൂടെക്സ് ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഷൈനിങ് ഒന്ന് കൂട്ടാം. എനിക്ക് തലമുടി എനിക്ക് എന്തായാലും, എനിക്ക് മുമ്പ് നല്ല പൊഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം തലമുടി ഒന്നും അങ്ങനെ കുളിക്കുമ്പോൾ ഒന്നും അങ്ങനെ അധികമായിട്ട് പൊഴിയൊന്നുമില്ല. അപ്പം അങ്ങനെ തലമുടി പൊഴിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ ബോയിന്നും, ഡ്രൈയും തിന്നുമായിട്ടുള്ള കൈക്കൊക്കെ ഒരുമാതിരിയിരിക്കും, ഡ്രൈ ആയിട്ടിരിക്കുകയും തലമുടിയൊക്കെ പൊഴിയുന്നുണ്ടെങ്കിൽ ഗേൾ എന്ന് പറയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ബോയ്ക്കാണ് ഓരോ പോയിന്റ് വരുന്നത്. അടുത്തുള്ളത് ആക്നെ പറയുന്നത് ക്ലിയറും ഓയിലി ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ ബോയ് എന്നും, എന്ന് വെച്ചാൽ ഗ്ലോ ഉണ്ടെങ്കിൽ ബോയ് എന്നും, പിമ്പിൾസ് ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ ഗേൾ എന്നാണ് പറയുന്നത് ഫേസിൽ. പക്ഷെ നമ്മളിവിടെ എല്ലാവരും പറയുന്നത് ഇത്തിരി ചന്തം വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി എന്നും, ഇത്തിരി സൗന്ദര്യം കുറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടി എന്നാണ്. പക്ഷെ ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് നോക്കിയിട്ടാണ് 20 ക്വസ്റ്റ്യൻസ് എടുത്തത്. അപ്പോൾ ഗൂഗിൾ പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ചിലയിടത്ത് പറയുന്നുണ്ട് ഇത്തിരി ചന്തം വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടി എന്ന്. പക്ഷെ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതൊന്നും പെൺകുട്ടി ചന്തം വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി എന്നാണ്. പക്ഷെ ഇപ്പം ഇങ്ങനെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഗൂഗിളിനെ വിശ്വസിച്ചൊക്കെ പോവായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ക്ലിയർ സ്കിന്നാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പ്രഗ്നൻസിയിൽ അവർക്ക് കുറവായിരുന്നു. അതിന് മുമ്പാണെങ്കിൽ നല്ല രീതിയിൽ പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നതാണ് എനിക്ക്. പക്ഷെ എൻ്റെ ഗ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 4, 5, 6 മാസം നല്ല ഗ്ലോയും നല്ല ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഇത്തിരി മുഖം ഇത്തിരി ഡള്ളായതുപോലെ തോന്നണുണ്ട്. പക്ഷെ അപ്പം നമ്മൾ എന്തോന്നും കണക്കൂട്ടെ. എനിക്ക് പിമ്പിൾസ് മുമ്പത്തെക്കാളും. പക്ഷെ എല്ലാവരും പറഞ്ഞ വെച്ചാൽ ഞാൻ ചന്തം വെച്ചുകൂടെ ചന്തം കുറവായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് 1 പോയി. നിനക്ക് ഇനി അടുത്തത് പ്രഗ്നൻസി ബ്രെയിൻ. പ്രഗ്നൻസി ബ്രെയിൻ എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ ആക്റ്റീവായിരിക്കും, അലേർട്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം നല്ല സ്റ്റഡി ആയിരിക്കും, ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഭയങ്കര എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവും ക്ലംസി, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തോ മൂടി ആയിട്ടിരിക്കുന്നെങ്കിൽ അത് ആൺകുട്ടിയും, ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ അത് പെൺകുട്ടി എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഒരു ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ആക്റ്റീവാണ്. എനിക്ക് എപ്പോഴും ക്ഷീണങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് അല്ല ഞാൻ ചോദിക്കണം, നിനക്ക് അല്ലാതെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ, അല്ലാതെ നിനക്ക് ക്ഷീണം ഉണ്ടായിരുന്നോ ശരിക്കും? എനിക്ക് വേണ്ടി ആ സമയം കിടക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് ആണെങ്കിൽ 1 ഗേളിന്, അപ്പോൾ എനിക്കൊന്ന് ഗേളിന്. നിനക്ക് ടയേർഡല്ലേ, അപ്പോൾ ബോയ് വരണം അവൾക്ക്, ബോയ്ക്ക്. പിന്നെ ഇൻസോംനിയ, ഉറക്കമില്ലായ്മ. അത് 8ാമത്തെ ഒരു സിംറ്റം പറയണതാണ് ഉറക്കമില്ലായ്മ. നന്നായിട്ട് ഉറക്കുന്നുണ്ടെങ്കിൽ ബോയ് ബേബിയും, ഉറങ്ങുന്നില്ലെങ്കിൽ ഗേൾ ബേബിയുമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ, അല്ല ഈ ഉറക്കത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങില്ല, എനിക്ക് രാത്രി ഉറക്കം കുറവാണ്. ഉറക്കം കുറവെന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ ഒരു 11, 12 മണി വരെയൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഉറങ്ങുന്നത്. എന്നിട്ട് രാവിലെ 6:30, 7 മണിയാകുമ്പോൾ എണീക്കും. ഇതിൻ്റെ ഇടയ്ക്കും ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാനൊക്കെ വേണ്ടി എണീക്കാറൊക്കെ ഉണ്ട്. പിന്നെ കോൺസ്റ്റന്റ് അങ്ങനെയില്ല,
ഇങ്ങനെ ഉറക്കം താമസിച്ചാണ്. ഒരു 12 മണി, ഉച്ചയ്ക്ക് ഉറങ്ങൂല, 12 മണിയൊക്കെ ആവും. നിനക്ക് എങ്ങനെയാണ് ഉറക്കം? ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങും, ഉച്ചയ്ക്ക് ഉറങ്ങും, രാത്രി ഉറങ്ങും. അപ്പോൾ ഉറക്കത്തിന് ഒരു പ്രശ്നമില്ല. അപ്പം നല്ലതായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ ബേബി ബോയ് ആണ്, ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ ബേബി ഗേൾ ആണ്. അപ്പം എനിക്ക് ബേബി ഗേളിനൊരു പോയിന്റ്, ബേബി ബോയ്ക്ക് നിനക്കൊരു പോയിന്റ്. അടുത്ത് ബേബി ബം പൊസിഷൻ വെച്ചിട്ട് കെയറിങ് ഹൈ ആണെങ്കിൽ ബേബി ഗേൾ എന്നും കെയറിങ് ലോ ആണെങ്കിൽ ബേബി ബോയ്. എനിക്കാണെങ്കിൽ മോളിനേ ഉള്ള വയറാണ്, അങ്ങനെ എനിക്ക് ബേബി ഗേൾ ആണ്. നിനക്ക് താഴെയാണ് വയറ്, മോള് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് താഴെയാണ് വയറ്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ബേബി ബോയ് ആണ് വരട്ട്. അപ്പം നിനക്ക് ബോയ്ക്കൊന്നും എനിക്ക് ഗേളിനും നിന്റെ ചേർത്തിട്ട് വരയ്ക്കലുണ്ടാവും. 1 2 3 4 5 6 7 8 9 9 ആയുള്ളൂ. 9. അടുത്ത് ബേബി ബം ഷേപ്പ്, നമ്മളെ ബേബി ബമ്മിന്റെ ഷേപ്പ്. ഇവളെപ്പോഴും തന്നെ കാണുമ്പോൾ പറയും എനിക്ക് പരന്നിങ്ങനെ വികസിച്ച് കിടക്കുകയാണെന്ന്. അങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ 2 എണ്ണം. എല്ലാവരും പറയും ഒന്ന് വൈഡ് ബേബി ബം എന്ന് വെച്ചാൽ ഇങ്ങനെ വൈഡായിട്ടിരിക്കുന്ന ബേബി ബം ആണെങ്കിൽ അത് ഗേൾ എന്നും, പിന്നെ നാരോ ഇങ്ങനെ ഉപ്പ് ചെയ്ത് വെളിയിലോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ബോയ് എന്നാണ്. ഇവക്ക് പക്ഷെ അവളുടെ വളകാപ്പിന്റെ ഫോട്ടോ അതും ഇതുമൊക്കെ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഇവക്ക് നന്നായിട്ട് ഇങ്ങനെ ഒരുമാതിരി കൂർത്താണ് ഇരിക്കുന്നത്. അങ്ങനെ കൂർത്തിരിക്കുന്നുണ്ടെങ്കിൽ ബോയ് എന്നും, ഇങ്ങനത്തെ വൈഡായിട്ട് പരന്നിരിക്കുന്നതാണ് ഗേള്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗേളും നിനക്ക് ബോയ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഫീറ്റ് ചേഞ്ചസ്, കാൽപാദത്തിലൊക്കെ ഉള്ള ചേഞ്ചസ് ഒക്കെയാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വെല്ലിങ് അങ്ങനെയുണ്ട്. സ്വെല്ലിങ് ഉണ്ടെങ്കിൽ ബോയും, സ്വെല്ലിങ് ഒന്നുമില്ല സാധാരണ നോർമലായിട്ടിരിക്കുന്ന ഗേൾ എന്നാണ് പറയുന്നത്. എനിക്ക് ഇപ്പം എൻ്റെ കാലിൽ നീരുണ്ട്, അവൾക്ക് നീരില്ല. ഇല്ലല്ലോ നീര്, പക്ഷെ ഇതല്ല എൻ്റെ കാല്. നീ ഉണ്ടായില്ലേ? നീരുണ്ട കാലില്? പക്ഷെ കാലിന് ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ അത് നീരായിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കാലിലുള്ള പോലെ നീര് നിനക്കുണ്ടോ? എന്റെ കാലിൽ നീരുണ്ടോ? കണ്ണം കാലിലും ഇല്ല. എനിക്ക് നീരില്ല. അവൾക്ക് നീരില്ല, എനിക്ക് നീരുണ്ട്. ഗേളല്ലേ? നീരുണ്ടെങ്കിൽ ബോയിന്നും ഇല്ലെങ്കിൽ ഗേളും ഒരേപോലെ വരുമെന്നാണ് തോന്നണം. അടുത്ത പറയുന്നത് വെച്ചാൽ ബ്രസ്റ്റ് സൈസാണ്. സാധാരണ നമ്മൾ ബോഡിയായിട്ട് പ്രൊപ്പോർഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഗേളും, ബോഡിയായിട്ട് പ്രൊപ്പോർഷൻ അല്ല എന്നുണ്ടെങ്കിൽ അത് ബോയ് എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ച് വലുതായിട്ടുണ്ട്, എനിക്ക് ബോഡി ഒരു പ്രൊപ്പോർഷൻ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവർക്ക് കുഴപ്പമില്ല, അവളെ വയറും ബോഡിയൊക്കെ ആയിട്ട് ഒരേപോലെ തന്നെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നു. അവൾ ഓൾറെഡി വണ്ണം ഉണ്ട്, അവൾക്ക് അവളുടെ ബോഡിയുമായിട്ട് പ്രൊപ്പോർഷനായിട്ട് തന്നെയാണ് ബ്രസ്റ്റ് സൈസും എല്ലാം നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ഇപ്പം പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് എനിക്ക് കുറച്ച് വണ്ണവും ഇതൊക്കെ വെച്ചത്. അപ്പം എനിക്ക് പക്ഷേ ഇപ്പോൾ തോന്നുന്നതെന്ന് വെച്ചാൽ പ്രൊപ്പോർഷൻ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഗേളും, പ്രൊപ്പോർഷൻ അല്ല എന്നുണ്ടെങ്കിൽ ബോയ് എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് ബോയ്. നെക്സ്റ്റ് വന്നിട്ടുള്ള വെയിറ്റ് ഗെയിൻ ആണ്. വെയിറ്റ് ഗെയിൻ്റെ കാര്യം പറയുമ്പോൾ 1.5 ഗെയിനായിരുന്നു. അല്ല, വെയിറ്റ് ഗെയിനിൻ്റെ കാര്യം ചോദിക്കുന്നത് വെച്ചാൽ അവർ നമുക്ക് വെയിറ്റ് കൂടി കുറഞ്ഞെന്ന് അങ്ങനെയല്ല ചോദിക്കണം. നിങ്ങൾക്ക് ബോഡി ഫുള്ളായിട്ടെന്ന് വെച്ചാൽ നമുക്ക് തൊട, ഹിപ്പ് അങ്ങനെയൊക്കെ വണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഗേള്. അല്ലാതെ നിങ്ങൾ ബെല്ലി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ബോയ് എന്നാണ് പറയണം. എനിക്ക് പക്ഷെ തൊടയിലും ബാക്കും അങ്ങനെയൊക്കെയാണ് വെയിറ്റ് കൂടിയേക്കണം. നിനക്ക് വയറ് മാത്രമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ബോയും എനിക്ക് ഗേളും. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതിന് കണ്ടപ്പോൾ ചിരി വന്ന പാർട്ട്നേഴ്സ് ഗേറ്റ് വെയിന്. പക്ഷെ ഇങ്ങനെ വെയിറ്റ് ഗെയിന്, പാർട്ട്നേഴ്സിന്റെ വെയിറ്റ് ഗെയിന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം പാർട്ട്ണർ വെയിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗേളും, എല്ലാ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ താഴെങ്കിൽ പിന്നെ താഴോട്ടും പോകാമല്ലോ. അങ്ങനെയാണെങ്കിൽ ബോയിന്ന്. എൻ്റെ ഇത് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വെയിറ്റ് കൂടിയിട്ടൊന്നുമില്ല, വെയിറ്റ് കുറഞ്ഞിട്ടേ ഉള്ളൂ. നിൻ്റെ കുറഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബോയ്ക്ക് ഒരു പോയിന്റ്. അത് കഴിഞ്ഞ് ബേബിയുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് എബോ 140 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ എന്താ ഗേള്, ബിലോ 140 ആണെങ്കിൽ ബോയ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും എബോ ആണ്, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗേള്. പക്ഷെ ചില വീഡിയോസ് ഞാൻ കാണുമ്പോൾ
എബോ വന്നിട്ടുള്ളവർക്ക് ബോയ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അവർ നമ്മൾ ഏകദേശം ഒരു എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കുറേ പേര് പറഞ്ഞു ആകെ സയന്റിഫിക്കലായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് മാത്രമാണെന്നാണ്. പക്ഷെ ഞങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതും വെറുതെയാണ്. നമ്മൾ ആ സമയത്ത് കുഞ്ഞിന് ഇത്തിരി പൊസിഷൻ മാറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഹാർട്ട് ബീറ്റ് കൂടുകയും കുറേയൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗേൾ അല്ലേ. അടുത്ത് വന്നിട്ട് സ്ലീപ്പിംഗ് സൈഡ്സ്. സ്ലീപ്പിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിലിപ്പം നാച്ചുറൽ നമ്മൾ വലത്തോട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ ബേബി ഗേൾ കൂടുതൽ, ഇടത്തോട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ബേബി ബോയ് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇടത്തോട്ട് കൂടുതൽ കിടക്കണമെന്നത് ഞാൻ എപ്പോഴും അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും വലത്തോട്ട് കിടക്കാൻ ശ്രമിക്കില്ല. ഞാൻ എപ്പോഴും ഇടത്തോട്ട് കിടക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇടത് പൊസിഷൻ വന്നേന്ന് തോന്നണം. നാച്ചുറലി പറയുകയാണെങ്കിൽ ഞാൻ വെച്ചാൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം മാക്സിമം ഇടത്തോട്ട് കിടന്ന് എനിക്കിപ്പം നാച്ചുറലായിട്ട് വലത്തോട്ട് വരില്ല, ഇടത്തോട്ട് തന്നെ കിടക്കുന്നത്. പക്ഷെ ഇവള് അങ്ങനെ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാതെ എപ്പോഴും വലത്തോട്ട് കിടക്കുന്നു. കംഫർട്ട് അങ്ങനെയാണ്. അപ്പം ഇത് സയന്റിഫിക്കലായിട്ട് എത്രയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളിപ്പോൾ ഇതിൽ പറയുന്ന വെച്ച് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വലത് കിടക്കുകയാണെങ്കിൽ ബേബി ബോയ് എന്നും, ഇടത് കിടക്കുകയാണെങ്കിൽ ബേബി തെറ്റിപ്പോയി, വലത് കിടക്കുകയാണെങ്കിൽ ബേബി ഗേൾ എന്നും, ഇടത് കിടക്കുകയാണെങ്കിൽ ബേബി ബോയ്. അങ്ങനെയാണെങ്കിൽ ബോയ്ക്ക് എനിക്ക് ഒരെണ്ണം, ഓക്കെ. അടുത്ത് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ഈ സമയത്ത് പ്രഗ്നൻസി സമയത്ത് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഗേളും, അല്ലാതെ ചേഞ്ച് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബോയ് എന്നാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേഞ്ച് ഇല്ല, ബ്ലഡ് പ്രഷർ ഒന്നുമില്ല. ഇത്ര 7 മാസം കഴിഞ്ഞിട്ട് ഇതുവരെ പ്രഷറിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ബോയ്ക്ക് ഓരോ പോയിന്റ് വെച്ച്. നെക്സ്റ്റ് വന്നിട്ട് ഇതൊക്കെ എന്തോന്ന് മെത്തേഡാണെന്നോ, റംസി മെത്തേഡെന്നോ. ഇതിൽ പക്ഷെ പറയുന്നതെന്ന് വെച്ചാൽ ഇത് പക്ഷെ ഇങ്ങനെ അമ്മൂമ്മയൊക്കെ പറയാനുണ്ട് ഇങ്ങനെ അനക്കത്തിൻ്റെ കാര്യം. പക്ഷെ ഈ മെത്തേഡിൻ്റെ പേര് ഇതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് ഗൂഗിളാണ് പറഞ്ഞു തന്നത്. മൂവ്മെൻറ്റ് കൂടുതലായിട്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ ഗേളെന്നും ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ബോയ്. അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളത് റൈറ്റ് സൈഡിലാണ്. എപ്പോഴും റൈറ്റ് സൈഡിലാണ് എനിക്ക് ചവിട്ടും ഇടിയും കുത്തൊക്കെ കിട്ടുന്നത്. നിനക്ക്? എനിക്ക് ലെഫ്റ്റ് സൈഡിൽ. അവൾക്ക് ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗേളിനൊന്ന്, അവൾക്ക് ബോയ്ക്ക് ഒന്ന്. അങ്ങനെ ലാസ്റ്റായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു സിംറ്റമാണ് മായൻ സിസ്റ്റം. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ അമ്മ, നമ്മൾ അമ്മമാരുടെ ബർത്ത് ഇയർ ഉണ്ടല്ലോ, അതും കുഞ്ഞിൻ്റെ ബർത്ത് ഇയർ 2025 ആണെങ്കിൽ 25, ഞങ്ങൾ 99, എൻ്റെ 99. അങ്ങനെ നോക്കുമ്പോൾ ഒന്നെങ്കിൽ രണ്ടും ഈവൻ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഓടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈവൻ ആയിരിക്കണം, ഓടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഗേളും, അല്ലെങ്കിൽ രണ്ടും വേറെ വേറെ. എന്ന് വെച്ചാൽ അമ്മയുടെ വന്നിട്ട് ഈവനും കൊച്ചിൻ്റെ വന്നിട്ട് ഓടുവാണെങ്കിൽ ബോയിന്നും. മനസ്സിലായോ? ഇല്ല, ഇപ്പം അമ്മയ്ക്ക് ഓടും കുഞ്ഞിന് ഓടുവാണെങ്കിൽ ഗേൾ. അതേപോലെ രണ്ടും ഈവൻ ആണെങ്കിൽ ഗേൾ. ഒരാൾക്ക് ഈവനും ഒരാൾക്ക് ഓടുവാണെങ്കിൽ ബോയ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഓടാണ് വരുന്നത്. സെയിം ഓടാണ് വരുന്നത്. ഓട് വരുമ്പോൾ ഗേളിനൊരു പോയിന്റ്. ഓക്കെ, അപ്പം നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമുക്കിനി പോയിന്റുകൾ തമ്മിൽ പോയിന്റ് നമുക്ക് കൂട്ടി നോക്കാം. അപ്പം നമുക്ക് കൂട്ടി നോക്കാം. ഓക്കെ, അപ്പം എനിക്ക് ഗേളിന് വന്നേക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ 9 ബോയ്ക്ക് വന്നേക്കുന്ന 10. ഒരെണ്ണത്തിന് ഡിഫറൻസേ ഉള്ളൂ. നിനക്കോ? എനിക്ക് ഗേളിന് വന്നേക്കുന്ന 8, ബോയ്ക്ക് വന്നേക്കുന്ന 11. നമുക്ക് എത്ര പോയിന്റ്? 3 പോയിന്റിൻ്റെ വ്യത്യാസം വന്നുണ്ട് രണ്ടും തമ്മിലുള്ള. ഇത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പം നോക്കുമ്പോൾ പ്രിഡിക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കും ബോയ്, അവക്കും ബോയാണ് വരുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള സിംറ്റംസ് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. ഛർദിലിൻ്റെ കാര്യമായാലും ഉറക്കത്തിൻ്റെ കാര്യമായാലും തീറ്റിയുടെ കാര്യമായാലും എല്ലാം വ്യത്യാസമാണ്. അപ്പം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇത്? കുഞ്ഞ് വന്ന് നമ്മൾ കയ്യിലിങ്ങ് തരുമ്പോൾ അറിയാം ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന്. അല്ല, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒന്നും പറയുന്നില്ല. ഹെൽത്തി ആയിരിക്കണം, നോർമൽ ആയിരിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ.
വേറെ ഒന്നുമില്ല. ജസ്റ്റ് ചുമ്മാ ഒരു ഫണ്ണി ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം എങ്ങാനും കറക്റ്റ് ആയാൽ നമുക്ക് ഇനി അടുത്തൊരാളത് പറയാമല്ലോ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ കറക്റ്റ് ആയിരുന്നു ഇങ്ങനെ പറയാമല്ലോ. അതിനു വേണ്ടി മാത്രം എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ബോയ് ആൻഡ് ഗേൾ പ്രെഡിക്ഷൻ വീഡിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.